Hi friends, welcome to Garam Masala, the magic spices of cooking. കാഷ്യൂനട്ട് ചിക്കൻ കറി. ഇന്ന് നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് ഒരു ടേസ്റ്റി ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഫോർ മാരിനേറ്റിംഗ് ചിക്കൻ 1/2 കിലോ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ്, ഉപ്പ്. ഫോർ മസാല, കാഷ്യൂനട്ട് പേസ്റ്റ് 1/2 കപ്പ്, സവാള 2 കപ്പ്, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4-5 എണ്ണം, തക്കാളി 1/2 കപ്പ്, കറിവേപ്പില, മല്ലിയില, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ചിക്കനെ ചെറിയ പീസായി മുറിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ചിക്കനെ മിനിമം 30 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് ട്രാൻസ്പാരന്റ് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് ഇതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഇളക്കണം. ഈ ചിക്കനും മസാലയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ അടച്ചു വെച്ച് 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നും വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ വെരി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ 5 മിനിറ്റോളം ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്യണം. ആവശ്യമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലയും ഈ പേസ്റ്റും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം മല്ലിയില സ്പ്രിങ്കിൾ ചെയ്യാം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കാഷ്യൂനട്ട് ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് റൈസ്, ഇടിയപ്പം, ആപ്പം, ചപ്പാത്തി ഇവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.